അത്തരം ആളുകൾ പോകുന്നൊരു സ്ഥലത്ത് പോയിട്ട് ഒരു മാന്യതയില്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അങ്ങനെ കുറച്ച് ആളുകൾ വന്ന് അവിടെ വിശ്രമിക്കുന്ന സമയം കണ്ടെത്തുന്ന ഒരു സ്ഥലം, പുതിയൊരു കാലഘട്ടം എന്നിങ്ങനെ വിശേഷിപ്പിച്ചിട്ട് എല്ലാ തോന്നിയ കാര്യങ്ങൾക്കും ഒരു പുതുമ കാണുന്ന ഒരു ലോകമാണ്. എന്ത് ചെയ്താലും അതിൽ പുതുമ അല്ലേ? ഒരാളിനി പിന്നെ വിവസ്ത്രനായി നടന്നാലും അതിനൊരു വലിയ അംഗീകാരമായിട്ട് വകവെച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ സമൂഹത്തിലേറെ ഒരു സ്വാധീനമുള്ള അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന, സമൂഹം അംഗീകരിക്കുന്ന, റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു ജോലിയാണ് നമ്മളെല്ലാവരും പറയുന്ന അധ്യാപനം എന്നുള്ളത്, ടീച്ചിങ്. അപ്പോൾ ആ മേഖലയിലുള്ള ആളുകളെ എല്ലാവരും ഒരു മാതൃക ആ, കാണിക്കുന്ന ആളുകളായിട്ടും മുമ്പിൽ നിൽക്കേണ്ടവരായിട്ടും ഒക്കെയാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. ഖേദകരമെന്ന് പറയട്ടെ, പല വിധത്തിലുള്ള പിന്നെ ദുഃഖകരമായ പല വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതോടൊപ്പം സ്കൂളിൻ്റെ അകത്തളങ്ങളിൽ അല്ലെങ്കിൽ കോളേജിൻ്റെ അകത്തളങ്ങളിലൊക്കെ പല രൂപത്തിലുള്ള റോങ് ആയിട്ടുള്ള പിന്നെ സമീപനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നവരൊക്കെ ടീച്ചിങ് ഫീൽഡിലുണ്ട്, ഇല്ലയെന്ന് നമ്മൾ പറയില്ല. അപ്പോൾ ഇപ്പോൾ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട ഒരു വാർത്ത നമ്മളേറെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ബഹുമാന്യനായ ടി.കെയുടെ ഒരു പോസ്റ്റും ആ ഒരു വിഷയത്തിൽ നമ്മൾ വായിക്കാനുണ്ടത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോഴേ ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം എന്താ വെച്ചാൽ, പിന്നെ പലതിനെയും വലിയ, ഞാൻ പറഞ്ഞല്ലോ, വലിയ സംഭവമായിട്ട് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ആളുകൾ, എന്നിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ അതാണ് ഏറ്റവും നല്ലത് എന്നുള്ള രൂപത്തിൽ അവതരിപ്പിക്കുക, പ്രസൻറ്റ് ചെയ്യുക, സമർപ്പിക്കുന്ന ആളുകളുണ്ട്. അവർ യഥാർത്ഥത്തിൽ അവരുടേതായ ചില ലക്ഷ്യങ്ങളും താല്പര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാറുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവില്ലെങ്കിൽ പിന്നീട് മനസ്സിലാക്കാറുണ്ട്. ഇപ്പോൾ ഈ സുംബ ഡാൻസ് എന്ന് പറയുന്ന ഒരു സാധനം, അത് നമ്മളെ സമൂഹത്തിൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരെ കൊണ്ടുവന്നത് പിന്നെ എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ലഹരിനെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് വന്ന ആളുകൾ ഇന്ന് ആ ലഹരിയുടെ വാഹകരും അതിനെ കച്ചവടം ചെയ്യുന്ന ആളുകളും ഡീലർമാരുമായിട്ട് മാറുന്ന വളരെ വ്യത്യസ്തമായ സംഭവങ്ങൾ നമ്മൾ ഇപ്പോൾ 1-2 ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണും. പ്രത്യേകിച്ച് ഒരു ടീച്ചർ എന്നുള്ള പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ അതിൻ്റെ ഒരു ഡീലറായിട്ട് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളായിട്ട് മാറി എന്നുള്ളത് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നൊരു കാര്യമാണ്. എന്താ അറിയോ, പിന്നെ അത് ഒരു വശത്ത് അതിനോട് കണക്ട് ചെയ്ത് ഞാൻ പറയുമ്പോൾ, നമ്മൾ ശരിക്ക് ഒരു അധ്യാപിക എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് മാതൃക കാണിക്കേണ്ട ആളുകളാണ്. അവിടെ ഇസ്ലാം എന്നുള്ള മതത്തിനൊന്നും നമ്മൾ അവിടെ വലിച്ചു കൊണ്ടേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ഒരു മതം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും കുറച്ച് ബാധ്യത കൂടും, അത് മറ്റൊരു വിഷയം. എന്നാൽ അതൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾക്കും നമ്മൾ കുട്ടികളുടെ മുമ്പിൽ നടക്കുന്നവരാണ്, അവരുടെ മാതൃക, റോൾ മോഡൽസാണ് എന്നുള്ള ഒരു ചിത്രം സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കിത് പറയേണ്ടി വന്നത് എന്താ വെച്ചാൽ, ഒന്ന് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ടീച്ചറുടെ പങ്ക്, 2 നമ്മുടെയൊക്കെ സ്കൂളുകളിൽ നമ്മളൊക്കെ ചുറ്റുഭാഗത്ത് നോക്കിയാൽ നമ്മളൊരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. 2 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ ഉന്നതിയിലൊക്കെ ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഇനി കിട്ടുന്ന കാശൊക്കെ ടൂറടിച്ച് കളയുന്ന കുറേ ആളുകളൊക്കെ സമൂഹത്തിലുണ്ട്. അവർക്ക് അവരുടെ കാര്യങ്ങൾക്ക് മാത്രം ഭയങ്കര താല്പര്യങ്ങളും ഇതൊക്കെ ആയിരിക്കും. പണം ചിലവഴിക്കുകയാണെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചിലപ്പോൾ പണം ആവശ്യപ്പെടുമ്പോൾ കൈമലർത്തും. എന്നാൽ അവനാൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പൈസ അനാവശ്യമായിട്ട് ചിലവഴിക്കുന്ന ആളുകളുണ്ട്. അത് ഉദ്യോഗസ്ഥരിലുണ്ടാവാം, ടീച്ചേഴ്സിലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു അന്യ വ്യക്തിയുടെ കൂടെ എന്ത് ചെയ്യാണ്, ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ അത്തരം ആളുകൾ പോകുന്നൊരു സ്ഥലത്ത് പോയിട്ട് ഒരു മാന്യതയില്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അങ്ങനെ കുറച്ച് ആളുകൾ വന്ന് അവിടെ വിശ്രമിക്കുന്ന സമയം കണ്ടെത്തുന്ന ഒരു സ്ഥലം, അവിടെ പോയിട്ട് എന്ത് ചെയ്യാണ്, ഈ രൂപത്തിലുള്ള വസ്ത്രം, ബിക്കിനി എന്ന് പറയുന്ന രൂപത്തിൽ ശരീരത്തിൻ്റെ ആവൃത്തുകളൊക്കെ വെളിവാക്കുന്ന രൂപത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒരു ടീച്ചർ അവിടെ പോയിട്ട് അങ്ങനെ ജീവിക്കുകയാണ് കുറച്ച് ദിവസം. ഇങ്ങോട്ട് അതെല്ലാം സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാണ്, അറിയിക്കുകയാണ്, നാട്ടുകാർ മുഴുവൻ അറിയിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ ശരിക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് അല്ലേ? അതൊരു വലിയ ചിന്തിക്കേണ്ട ഒരു വിഷയമാണല്ലോ. അപ്പോൾ ഇത് കണ്ടിട്ടൊരു കുട്ടി പിന്നെ പറയാണ്, കുട്ടികൾക്കിടയിലും മാതാപിതാക്കളോടൊക്കെ സംസാരിക്കുകയാണ്, ഒരു ടീച്ചർ അല്ലേ
ഞങ്ങളൊക്കെ എന്തേലും ഒന്ന് ചുണ്ടിലിടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഡ്രസ്സ് ഒരിത്തിരി അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിലൊക്കെ ഭയങ്കര എതിർപ്പ് കാണിക്കുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണല്ലോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ടുങ്ങാണ്ട് അതും സ്റ്റാറ്റസ് ഇടാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നിലവാരം എന്താണ് അല്ലേ? നമ്മൾ എന്താ പറയുക, മനുഷ്യന്മാർ ചെയ്യണതൊക്കെ സ്റ്റാറ്റസ് ഇടാണ് ഇപ്പോൾ. അതൊരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, പുതിയ കാലത്തെ പുതിയ കുറച്ച് ചെറുപ്പക്കാരായിട്ട് യങ്ങേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സൊക്കെ ഈ ഒരു മേഖലയിൽ ഒരുപാട് കുറച്ച് വൾഗറായിട്ട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവർ വിചാരം ഇതൊക്കെയാണ് കുട്ടികളെ കയ്യിലെടുക്കാനുള്ള സംഭവങ്ങൾ എന്നാണ്. പക്ഷേ കുട്ടികളെ കയ്യിലെടുക്കാൻ നമുക്ക് നമ്മുടെ ടീച്ചിങ് ഫീൽഡിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അല്ലാതെ ഇങ്ങനെ കുറച്ച് വൾഗറായിട്ട് ഒരു മോശം മെസ്സേജ് കൊടുക്കുന്ന രൂപത്തിൽ ആകാൻ പാടില്ലല്ലോ. അതോടൊപ്പം ഇതിനോടൊക്കെ കണക്ട് ചെയ്തിട്ട് പറയുമ്പോൾ നമ്മുടെ സ്കൂളുകളിലും പിന്നെ വിദ്യാലയങ്ങളിലുമുള്ള മുസ്ലിം ടീച്ചേഴ്സ് ഉണ്ടാവും. അതായത് മുസ്ലിം ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും അവർ നല്ലൊരു ഫാമിലിയിൽ നിന്ന് തികഞ്ഞ ഒരു ഇസ്ലാമിക ചുറ്റുപാടിൽ നിന്നൊക്കെ വരുന്ന ആളുകളൊക്കെ ആയിരിക്കും. പക്ഷെ സ്കൂളിലെത്തുമ്പോൾ ഇവരുടെ വേഷത്തിലും വിധാനത്തിലും തലമറക്കുന്ന വിഷയത്തിലുമൊക്കെ ഇത് നമുക്ക് നമ്മൾ പറയാനുള്ളൊരു പിന്നെ അവകാശം ഉണ്ടല്ലോ, ആ നിലക്ക് പറയണ അവരെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളെല്ലാം അവരെന്ത് ചെയ്യും, ഒരു മാതൃകയാകേണ്ട ഒരു ടീച്ചർ മറ്റു കുട്ടികളോട് മോളെ ഇതൊക്കെ ഒന്ന് മറിച്ച് നടന്നൂടെ എന്നൊക്കെ പറയാൻ യോഗ്യതയുള്ള ആളുകൾ അയോഗ്യരായി പോവാണ്. കാരണം അവർ കുട്ടികൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ വരുമ്പോൾ മറ്റു പല ലക്ഷ്യങ്ങളും മനസ്സിലേക്ക് വരികയാണ്. ഒരു പക്ഷേ ജെൻസ് ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം എന്നുള്ള ഉദ്ദേശങ്ങളുണ്ടാവും. അങ്ങോട്ടൊക്കെ പല ഉദ്ദേശങ്ങൾ പലർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ മാതൃക ആകേണ്ട ടീച്ചേഴ്സ്, പല മേഖലയിലും മാതൃകയാകേണ്ട ടീച്ചേഴ്സ് ഇതിനൊക്കെ മനഃപൂർവ്വം എന്ത് ചെയ്യാണ്, അവഗണിക്കുകയും എന്നാലും ഒരു കുട്ടീൻ്റെ അടുത്തൊരു ചെറിയ പ്രശ്നം കാണുമ്പോഴേക്ക് അതിനെ പെരുപ്പിച്ച് ആകെ പ്രശ്നമാക്കി എല്ലാവരുടെ ഇടയിലും ഷൗട്ട് ചെയ്ത് പ്രശ്നം. എന്നാൽ ഈ ടീച്ചർ ഒരു നിമിഷമെങ്കിലും ഞാൻ മാതൃക ആകേണ്ട ഞാൻ എങ്ങനെയാണ് എന്ന് ചിന്തിക്കാത്തൊരവസ്ഥ ഇന്ന് സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ മേനി മുടിയൊക്കെ ഇങ്ങനെ പുറത്ത് കാണിച്ച് നടക്കുന്ന ആരായിക്കോട്ടെ, ടീച്ചേഴ്സ് എന്നല്ല ആരായിക്കോട്ടെ, അവസാനം പിടിച്ച് കിടത്തിയിട്ട് അല്ലേ എന്തൊക്കെ മോഡൽ ഡ്രസ്സ് ധരിച്ചിരുന്നോ, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ ശരീരം പുറത്ത് കാണിച്ചിരുന്നോ, ഇതൊക്കെ അവസാനം മൂടി പൊതച്ച് പിന്നെ മുടി പോലും പുറത്ത് കാണിക്കാതെ തലമുടി മുതൽ കാല് വരെ മറച്ച് പൊതിഞ്ഞ് നിർബന്ധമായിട്ടും കൊണ്ടുപോകുന്നൊരു സമയം വരാണ്ടല്ലോ. പക്ഷെ ഇതിനെക്കുറിച്ചൊരു സെക്കൻഡ് ഇത്തരം ആളുകൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുസ്ലിമെന്നോ അമുസ്ലിമെന്നൊന്നുമില്ല. ശരിക്ക് ഈ ഒരു യാഥാർത്ഥ്യത്തിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പൊതിയും എന്നുള്ള ആ ഒരു സത്യം ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ ഇതൊക്കെ മറിച്ച് നടക്കാൻ മടിയും അല്ലെങ്കിൽ പിന്നെ ഒരു പോരായ്മയൊക്കെ ആയിട്ട് കാണുന്ന ആളുകളൊക്കെ നാളെ പുതപ്പിക്കുന്നാണ് നമ്മൾ പറയുക, പുതപ്പിച്ച് കൊണ്ടുപോകും. അന്ന് കഫൻ ചെയ്യുന്ന ആ ഒരു സംഭവമാണല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശരിക്കും ഇങ്ങനെ ആലോചിച്ച് നമ്മളൊരു വേള ചിന്തിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സമൂഹത്തിന് എന്ത് നൽകുന്നു, സമൂഹത്തിന് എന്ത് സന്ദേശം നൽകുന്നു എന്നത് ഏത് മേഖലയിലുള്ള ആളുകൾക്കും ചിന്തിക്കൽ അനിവാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ തീർത്തും മാതൃകയാവേണ്ട ആളുകളാണ്. അപ്പോൾ പലപ്പോഴും ഇന്നത്തെ ഒരു ചർച്ച കൾച്ചർ എന്താണെന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയാം സംസ്കാരം ഇല്ലാത്തതെന്നാണ്. ഈ സംസ്കാരം ആരുണ്ടാക്കിയത്, അല്ലെങ്കിൽ എന്താണ് സംസ്കാരം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ആ ഒരു സമൂഹത്തിൽ മാന്യമായിട്ട് ഇടപെടുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മളെ കുട്ടികൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ മറ്റു തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പലപ്പോഴും ആളുകൾക്ക് ലക്ഷ്യം മറന്നു പോവാണ്. പ്രത്യേകിച്ചും മുസ്ലിങ്ങളായ ആളുകൾക്ക് തന്നെ, വിശ്വാസികളായ ആളുകൾക്ക് തന്നെ ലക്ഷ്യം മറന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ലൊക്കേഷൻ മാറുമ്പോൾ അല്ലെങ്കിൽ സന്ദർഭം മാറുമ്പോൾ നമ്മളുടെ സ്വഭാവത്തിൽ നേരെ ഓപ്പോസിറ്റായി വരുന്നത്. ചിലപ്പോൾ വീട്ടിൽ നമ്മൾ നല്ല ആളായിരിക്കാം, നമ്മളെ നാട്ടിൽ നമ്മൾ അറിയപ്പെടുന്ന ആളായിരിക്കാം. പക്ഷേ അവിടുന്ന് നാടും വീടും ഒക്കെ വിട്ട് മറ്റൊരു തലത്തിലെത്തുമ്പോൾ നമ്മുടെ സ്വഭാവം മാറുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പേടിക്കണം. കാരണം നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനുള്ള ആ ഭയമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എപ്പോഴും ലക്ഷ്യം പരലോകമാണ്. അപ്പോൾ അത് ബ്രേക്ക് ആവുന്ന രീതിയിൽ, അത് നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരിക്കലും ഒരാൾക്ക് ആവാൻ കഴിയില്ല എന്നുള്ള. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ നേരെ സൂചിപ്പിച്ചു ലഹരിക്ക്, അതിൽ നിന്ന് കുട്ടികൾക്ക് ഒരു മോചനം കിട്ടാൻ വേണ്ടി, മാനസിക ഉല്ലാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് സൂംബ ഡാൻസൊക്കെ ഇവിടെ അവതരിപ്പിച്ചത്. അതും ഒക്കെ അതിൻ്റെ നമുക്കറിയാം, അതിൻ്റെ ഒരു തലത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ അതിൻ്റെ ഡിസ്കഷനിലേക്ക് പോവല്ല. അപ്പോൾ ഇവിടെ ശരിക്കും ഓരോ വ്യക്തിയും അവനവൻ്റെ ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ച് അറിവുണ്ടായ പോലെ തിരിച്ചറിവുണ്ടാവണല്ലോ. ആ ഒരു തലത്തിലേക്ക് ആഴത്തിൽ ചിന്തിച്ച് അങ്ങനെ സമൂഹത്തിൽ ഇടപെടുകയാണെങ്കിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ നമ്മൾ
സമൂഹത്തിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയ അധ്യാപകർക്കാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും തീർച്ചയായിട്ടും. വലിയ സംഭവം. കാരണം എന്താ വെച്ചാൽ ഇവരുടെ കയ്യിലാണ് ഈ കുട്ടികളെ കിട്ടുന്നത്. അതെ. സ്വഭാവ രൂപീകരണം ഏറ്റവും നന്നായിട്ട് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു യെസ്. പ്രായത്തിൽ അധ്യാപകർക്കാണ് കൂടുതൽ സമയം സമയം കിട്ടുകയാണ്. കിട്ടുന്നത് അവർക്കാണ്. പിന്നെ നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ പണ്ട് LP സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകനെ കാണുമ്പോൾ നമുക്കിപ്പോഴും ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും. മാഷ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതെ. അവരുടെ കാണുമ്പോൾ അതൊക്കെ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തലത്തിൽ യെസ്. കുട്ടികളുടെ കാര്യങ്ങൾ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചറിവുണ്ടാവും. ഉം. അന്നിപ്പോൾ ഈ ഇവരൊക്കെ എന്നെ പഠിപ്പിച്ചിരുന്നത് അന്ന് അവരൊക്കെ അങ്ങനെ അതെ, അതെ. അവർക്ക് പിന്നെ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ വളരെ പുച്ഛത്തോടെ വരും കാണും. ഉം.